The Real FM 103.6. ശ്രദ്ധ. പൊതുവിദ്യാഭ്യാസ മേഖലയിൽ കേരളം ഇന്ത്യക്ക് മാതൃകയാവുന്ന ഈ കാലഘട്ടത്തിൽ സ്വന്തം മക്കളെ അൺഎയ്ഡഡ് വിദ്യാലയങ്ങളിൽ വിട്ട് പഠിപ്പിക്കുകയും സർക്കാർ എയ്ഡഡ് മേഖലയിൽ ജോലി ചെയ്യുകയും ചെയ്യുന്ന അധ്യാപകരെ കണ്ടെത്തുകയും ഇത്തരത്തിലുള്ളവരുടെ പട്ടിക പൊതുജനമധ്യത്തിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്യുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി. പൊതുവിദ്യാലയങ്ങളുടെ വിശ്വാസ്യത കുറയ്ക്കുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ശ്രദ്ധ ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ ഇന്ന് ആദ്യം പ്രതികരിക്കുന്നു SFI ദേശീയ അധ്യക്ഷൻ VP സാനു. പൊതുവിദ്യാഭ്യാസ മേഖലയിൽ തൊഴിലെടുക്കുകയും എന്നാൽ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ മക്കളെ പഠിപ്പിക്കാൻ തയ്യാറാകാത്ത അധ്യാപകരുടെ ലിസ്റ്റ് പുറത്തു വിടുമെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. വളരെ സ്വാഗതാർഹമായിട്ടുള്ള ഒന്നാണ്. കാരണം കഴിഞ്ഞ 8 വർഷങ്ങൾക്കിടയിൽ കേരളത്തിലെ വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം നന്നായി വർദ്ധിച്ചു. പൊതുവിദ്യാഭ്യാസ മേഖലയിലേക്ക് അൺഎയ്ഡഡ് മേഖലയിൽ ഉൾപ്പെടെ കുട്ടികൾ വന്ന് ചേരുന്ന സ്ഥിതിയിലേക്ക് മാറി. സ്കൂൾ അന്തരീക്ഷം മുഴുവൻ മാറി. പുതിയ കെട്ടിടങ്ങൾ, സ്മാർട്ട് ക്ലാസ് റൂമുകൾ, അങ്ങനെ പുതിയ ആധുനിക സംവിധാനങ്ങൾ ഉൾപ്പെടെ കേരളത്തിലെ ഏറ്റവും സാധാരണക്കാരന്റെ മക്കൾ പഠിക്കുന്ന ഗവൺമെന്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക്. എന്നാൽ ആ ഘട്ടത്തിലും തങ്ങളുടെ മക്കളെ ഇത്തരം സ്ഥാപനങ്ങളിൽ തൊഴിലെടുക്കുന്ന ആളുകൾ അവിടെ പഠിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് പൊതുജനങ്ങളിൽ ഈ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിട്ടുള്ള മാറ്റത്തെ ഒരു സംശയത്തോടു കൂടി നോക്കാനാണ് അത് കാരണമാവുക. ആ നിലക്ക് പൊതുവിദ്യാഭ്യാസ മേഖല ഉന്നതിയിലേക്ക് പോകുമ്പോൾ അവിടെ മക്കളെ ചേർക്കുക എന്നുള്ളത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് പ്രസ്താവനയെ പൂർണ്ണമായും സ്വാഗതം ചെയ്യുകയാണ്. അത് നടപ്പിലാക്കണം എന്ന് ഗവൺമെന്റിനോട് വിദ്യാഭ്യാസ മന്ത്രിയോടും പറയുകയാണ്. പൊതുവിദ്യാലയങ്ങൾക്കെതിരെ അൺഎയ്ഡഡ് ലോബികൾ നടത്തുന്ന പ്രചരണങ്ങളെക്കുറിച്ച് KSTA ജനറൽ സെക്രട്ടറി TKA ഷാഫി. സർക്കാർ സ്കൂളുകളും എയ്ഡഡ് സ്കൂളുകളും ഉൾക്കൊള്ളുന്ന കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗം ഇന്ത്യക്കാകെ മാതൃകയാണ്. കേരളം ഇന്ന് വിവിധ മേഖലകളിൽ രാജ്യത്ത് 1-ാം സ്ഥാനത്ത് തുടരുന്നതിന്റെ പിന്നിലെ ചാലകശക്തിയും ഇത് തന്നെയാണ്. സ്വാതന്ത്ര്യ സമരകാലം മുതൽ തന്നെ ഉൽപ്പത്തിഷ്ണുക്കളായ സാമൂഹ്യ പരിഷ്കർത്താക്കൾ, അധ്യാപക സംഘടനകൾ, വായനശാല പ്രസ്ഥാനം, മിഷനറിമാർ എന്നിവരടങ്ങിയ പുരോഗമന പ്രവർത്തനങ്ങളുടെ ത്യാഗനിർഭരമായ അശ്രാന്ത പരിശ്രമവും പിന്തുണയുമാണ് ഈ സ്ഥാപനങ്ങളുടെ വളർച്ചയുടെ പിറകിൽ എന്ന് നമുക്ക് കാണാം. നല്ലവരായ പൊതുജനങ്ങളുടെ പിന്തുണയിൽ വളർന്നു വന്ന നമ്മുടെ വിദ്യാലയങ്ങൾ നാടിന്റെ സ്വത്താണ്. വിദ്യാഭ്യാസ കച്ചവടക്കാരായ അൺഎയ്ഡഡ് സ്കൂൾ ലോബി ഇപ്പോഴും സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. അവർ വിവിധ മാധ്യമങ്ങളെ ഉപയോഗിച്ച് പൊതുവിദ്യാലയങ്ങൾക്കെതിരെ, സർക്കാർ എയ്ഡഡ് സ്കൂളുകൾക്കെതിരെ കള്ളപ്രചരണങ്ങൾ അഴിച്ചുവിടുകയാണ്. ഈ കള്ളപ്രചരണങ്ങൾ തകരേണ്ടതോ തളരേണ്ടതോ അല്ല പൊതുവിദ്യാഭ്യാസ മേഖല. ഇത് നാടിന്റെ സ്വത്താണ്. ഇതാണ് നമ്മുടെ കേരളത്തെ മതനിരപേക്ഷവും എല്ലാ കാര്യങ്ങളിലും മുന്നിലുമുള്ള കേരളത്തെ സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനെ സംരക്ഷിക്കാനുള്ള ബാധ്യത മുഴുവൻ ജനങ്ങൾക്കുമുണ്ട്. എന്നാൽ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ എന്ന നിലയിൽ അധ്യാപകർക്ക് ഇത്തരം കാര്യങ്ങളിൽ പ്രാഥമികമായ ഉത്തരവാദിത്തമുണ്ട്. ഒരു ചെറു ന്യൂനപക്ഷം അധ്യാപകർ ഈ ഉത്തരവാദിത്തം മറന്ന് പ്രവർത്തിക്കുന്നുണ്ട് എന്നത് കാണാതിരിക്കാൻ വയ്യ. അത് മാറ്റി അവർ സമൂഹത്തിന് മാതൃകയാകുന്ന രൂപത്തിലേക്ക് മക്കളെ പൊതുവിദ്യാലയങ്ങളിൽ തന്നെ പഠിപ്പിക്കാൻ കഴിയേണ്ടതുണ്ട്. ഇത് അധ്യാപകരുടെ ബാധ്യതയാണെന്ന് KSTA കരുതുന്നു. മറ്റു സംഘടനകളും വ്യത്യസ്തമായി ഞങ്ങളുടെ ഉയർന്ന കമ്മിറ്റികളിൽ അൺഎയ്ഡഡ് സ്കൂളുകളിൽ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരെ ഉൾപ്പെടുത്താറില്ല. അതുകൊണ്ട് തന്നെ അധ്യാപകർ തങ്ങളുടെ പ്രാഥമിക കർത്തവ്യമായ തങ്ങളുടെ വിദ്യാലയങ്ങളിൽ, പൊതുവിദ്യാലയങ്ങളിൽ തന്നെ കുട്ടികളെ പഠിപ്പിക്കണമെന്നുള്ളതിൽ സംശയമേതുമില്ല. പൊതുവിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥികളുടെ എണ്ണം കുറയുന്നതിന്റെ ഉത്തരവാദിത്തം അധ്യാപകരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന സർക്കാരിന്റെ നടപടി അംഗീകരിക്കാനാവില്ല. AHSTA ജനറൽ സെക്രട്ടറി S മനോജ്. 2016 ശേഷം പൊതുവിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥികളുടെ എണ്ണം കുറയുന്നതിന് പ്രധാന കാരണം ഇടതുപക്ഷ സർക്കാരിന്റെ വികലമായ വിദ്യാഭ്യാസ നയങ്ങളാണ്. പ്രത്യേകിച്ച് 2019 നടപ്പിലാക്കിയ ഖാദർ കമ്മിറ്റി റിപ്പോർട്ടും ഈ വിദ്യാർത്ഥികളുടെ എണ്ണക്കുറവ് അധ്യാപകരുടെ മേൽ അടിച്ചേൽപ്പിക്കാനുള്ള സർക്കാരിന്റെ നടപടി അംഗീകരിക്കാവുന്നതല്ല. പൊതുവിദ്യാലയങ്ങളിൽ വർഷാവർഷം കുറവുണ്ടാകുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തെക്കുറിച്ച് സമഗ്രമായ പഠനം നടത്തേണ്ടതാണ്. ഇവിടെ കുറയുന്ന കുട്ടികളുടെ എണ്ണം മറ്റു ശ്രേണിയിലുള്ള CBSE പോലെയുള്ള സ്കൂളുകളിൽ കൂടുന്നു എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ഇത് മറച്ചുപിടിക്കാനാണ് അധ്യാപകരാണ് ഇതിന് കുറ്റക്കാര് എന്നുള്ള രീതിയിൽ സർക്കാർ ഒരു അഭിപ്രായം പറഞ്ഞത്. ഇവിടെ മറ്റൊരു ചോദ്യമുണ്ട്. പൊതുവിദ്യാലയങ്ങളിൽ അധ്യാപകരുടെ മക്കൾ പഠിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കേരളത്തിലെ മന്ത്രിമാരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും മക്കളോ ആരെങ്കിലുമൊക്കെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്നുണ്ടോ എന്നുകൂടി ഒരു സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തേണ്ടതാണ്.
കേരള നിയമസഭയിലെ MLA-മാരെ കുറിച്ച് സോഷ്യൽ ഓഡിറ്റ് നടത്തണം. അതുപോലെ തന്നെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം നടത്തിയ അതിന്റെ വിദ്യാഭ്യാസ വിചക്ഷണന്മാരുടെ മക്കളോ കുടുംബാംഗങ്ങളോ പൊതുവിദ്യാലയത്തിൽ പഠിക്കുന്നുണ്ടോ എന്നും, BRC-കളിലും SSK-യിലും നിയമനം ലഭിച്ചവരുടെ മക്കളും കുടുംബാംഗങ്ങളും പൊതുവിദ്യാലയത്തിൽ പഠിക്കുന്നുണ്ടോ എന്നുകൂടിയുള്ള ഒരു പഠനം നടത്തേണ്ടത് ആവശ്യമാണ്. പൊതുവിദ്യാലയങ്ങളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർ തീർച്ചയായും തങ്ങളുടെ മക്കളെ പൊതുവിദ്യാലയങ്ങളിൽ തന്നെ പഠിപ്പിക്കേണ്ടതുണ്ട്. സമഗ്ര ശിക്ഷ കേരള കോഴിക്കോട് DPC ഡോക്ടർ AK അബ്ദുൽ ഹക്കീം. പൊതുവിദ്യാലയങ്ങളിലെ അധ്യാപകർ അവരുടെ മക്കളെ പൊതുവിദ്യാലയങ്ങളിൽ തന്നെ പഠിപ്പിക്കണമെന്നും അങ്ങനെ പഠിപ്പിക്കാൻ താല്പര്യപ്പെടാത്ത അങ്ങനെ ചെയ്യാത്ത അധ്യാപകരുടെ പേരുവിവരങ്ങൾ പുറത്തുവിടുമെന്നുള്ള വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്താവന അനാവശ്യമായ ചില വിവാദങ്ങളിലേക്ക് പോകുന്നതായി തോന്നുന്നുണ്ട്. ഇതില് വിവാദങ്ങൾ ഉണ്ടാക്കുന്ന അതിനെ വിമർശിക്കുന്ന ആളുകൾ പറയുന്ന കാര്യം KSRTC-യിൽ ജോലി ചെയ്യുന്നവരുടെ അവരുടെ മക്കളെ KSRTC മാത്രമേ യാത്ര ചെയ്യാൻ അനുവദിക്കാവൂ, അല്ലെങ്കിൽ സർക്കാർ ഡോക്ടർമാരെ വീട്ടിലുള്ള ആരും സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടരുത് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ട്രോളുകളിലേക്കൊക്കെയാണ് ഇത് വഴിമാറുന്നത്. സത്യത്തില് ആ തരത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമേ അല്ലായിരുന്നു തോന്നുന്നു. അതിനോടൊന്നും താരതമ്യപ്പെടുത്താവുന്ന ഒന്നല്ല ഇത്. പൊതുവിദ്യാഭ്യാസം എന്ന് പറയുന്ന കേരളത്തിന്റെ മതേതര സമൂഹത്തിന്റെ നിലനിൽപ്പിന്, അതുപോലെ തന്നെ വളരെ ശാസ്ത്രീയമായ ഒരു പാഠ്യപദ്ധതിയും പാഠപുസ്തകങ്ങളൊക്കെ തയ്യാറാക്കി നടത്തുന്ന ഒരു പ്രക്രിയയുടെ ഭാഗമായി നിൽക്കുകയും പ്രവർത്തിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്ന ആളുകളാണ് അധ്യാപകർ എന്ന് പറയുന്നത്. ആ അധ്യാപകർ തന്നെ അവരുടെ മക്കളെ അത്തരം വിദ്യാലയങ്ങളിൽ അയക്കാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത് പൊതുസമൂഹത്തിന് അതിൽ വിശ്വാസ്യത തീരെ ഇല്ലാതെയാവും എന്നുള്ളതാണ്. മാത്രമല്ല, ഈ അധ്യാപകർ എങ്ങനെയാണ് പൊതുവിദ്യാലയങ്ങളിലേക്ക് കുട്ടികളെ അന്വേഷിച്ചു പോയി അല്ലെങ്കിൽ ക്ഷണിക്കുകയോ ചെയ്യുക? നിങ്ങൾക്ക് വിശ്വാസമില്ലാത്തൊരിടത്തേക്ക് ഞങ്ങളുടെ മക്കളെ അയക്കില്ല എന്ന് പൊതുസമൂഹം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും അത് നിലവിൽ തന്നെ ഉണ്ട് എന്നതാണ് വസ്തുത. അത് പൊതുവിദ്യാഭ്യാസത്തിന്റെ തകർച്ചയ്ക്ക് കാരണമാവുകയും ചെയ്താൽ ഏതാനും അധ്യാപകരുടെ ജോലി പോകുന്നു എന്നുള്ള പ്രശ്നമല്ല, അതിന്റെ അപ്പുറം കേരളത്തിന്റെ മതേതര ഭാവിക്ക് തന്നെ അത് വലിയ പരിക്കേൽപ്പിക്കും എന്ന രീതിയിൽ ഗൗരവമായി ഇതിനെ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ പ്രസ്താവന പൂർണ്ണമായി നടപ്പാക്കാൻ കഴിയുമോ തുടങ്ങിയ കാര്യങ്ങളിൽ എനിക്കും ആശങ്കയുണ്ടെങ്കിലും പൊതുവിദ്യാലയങ്ങളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർ തങ്ങളുടെ മക്കളെ തീർച്ചയായും പൊതുവിദ്യാലയങ്ങൾ അയച്ചു തന്നെ മാതൃകയാവേണ്ടതുണ്ട്. അവര് പൊതുസമൂഹത്തോട് കൊടുക്കുന്ന ഒരു വലിയ സന്ദേശം അതിലുണ്ട് എന്നുള്ളതാണ് വസ്തുത. അതിൽ നിന്ന് ഒരു ട്രോള് കൊണ്ടും ഒരു വിമർശനം കൊണ്ടും ആർക്കും മാറി നിൽക്കാൻ കഴിയില്ല എന്ന് തീർച്ചയായും നമുക്ക് മനസ്സിലാക്കേണ്ടത്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഈ ആശയം നല്ലതെങ്കിലും അതിന്റെ പൂർണ്ണ അർത്ഥത്തിൽ ഇത് പൂർത്തിയാക്കാൻ വെല്ലുവിളികൾ ഏറെയാണ്. കണ്ണൂർ ഡയറ്റിലെ റിട്ടയർഡ് സീനിയർ ലെക്ചററും വിദ്യാഭ്യാസ പ്രവർത്തകനുമായ PV പുരുഷോത്തമൻ. നമുക്കറിയാം, ഇന്നത്തെ ഒരു ലോക സാഹചര്യം അങ്ങേയറ്റം മത്സരാധിഷ്ഠിതമായ ഒരവസ്ഥയിലേക്ക് ലോകം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത്തരമൊരു ലോകത്തിൽ തന്റെ കുട്ടിയെ സംബന്ധിച്ച് ഒരു മെച്ചപ്പെട്ട ഭാവി ഉണ്ടാകണമെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന് ഏറ്റവും നല്ല അടിത്തറയുള്ള മികവുള്ള വിദ്യാഭ്യാസം വേണമെന്ന് ഏതൊരു രക്ഷിതാവിനും ഇന്ന് ബോധ്യമുണ്ട്. അപ്പൊ അത്തരം ഒരു സാഹചര്യത്തിൽ രക്ഷിതാവിനെ സംബന്ധിച്ച് എങ്ങനെയാണ് ഒരു സ്കൂൾ നല്ലതാണെന്ന് അവർക്ക് തീരുമാനിക്കാൻ പറ്റുക? ഒരുപക്ഷെ നല്ല കെട്ടിടം ഉണ്ടാകാം, അവിടെ നല്ല റിസൾട്ട് ഉണ്ടാകാം, ഒരുപക്ഷെ പേരുകേട്ട കുറെ അധ്യാപകരുണ്ടാവാം. പക്ഷെ അതോടൊപ്പം തന്നെ ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അവിടെയുള്ള മുഴുവൻ അധ്യാപകരും അവരുടെ മക്കളെ ആ വിദ്യാലയത്തിലാണ് പഠിപ്പിക്കുന്നത് എന്നുകൂടി കേട്ട് കഴിഞ്ഞാൽ രക്ഷിതാവിനെ സംബന്ധിച്ച് ഏതാണ്ട് ഉറപ്പിക്കാം ഇതിൽ പരം മികച്ച ഒരു തെളിവ് രക്ഷിതാവിനെ സംബന്ധിച്ച് ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് പൊതുവിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവരും, പ്രത്യേകിച്ച് അവിടുത്തെ അധ്യാപകര്, അവരുടെ കമ്മിറ്റ്മെന്റ് രക്ഷിതാക്കളുടെ മുമ്പാകെ തെളിയിക്കേണ്ടതുണ്ട്. നമ്മൾ മുൻകാലങ്ങളിലൊക്കെ ആണെങ്കിൽ അധ്യാപന യോഗ്യത കിട്ടിയാൽ അവർ അധ്യാപകരാവും. പക്ഷെ ആ യോഗ്യതക്കപ്പുറം അധ്യാപന നൈപുണികൾ വേണം. അതിനുമപ്പുറം അവരുടെ സാമൂഹ്യ പ്രതിബദ്ധത എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമാണ്. അപ്പൊ അത്തരം ഒരു പ്രതിസന്ധിയിൽ പൊതുവിദ്യാഭ്യാസ രംഗം ഇപ്പോൾ നിൽക്കുന്ന ഒരു ഘട്ടത്തില് അധ്യാപനം എന്നത് മറ്റ് തൊഴിലുകൾ പോലെയാണെന്ന് നമുക്ക് കരുതാനാവില്ല. അത് കുറെ കൂടി ഒരു മനഃശാസ്ത്രപരവും സാമൂഹ്യവും ഒക്കെ ആയിട്ടുള്ള ഒരു ഉത്തരവാദിത്തത്തിന്റെ നിർവഹണമായിട്ട് നമുക്ക് കാണേണ്ടതുണ്ട്. അപ്പൊ അത്തരൊരു സാഹചര്യത്തില് പൊതുവിദ്യാലയങ്ങളിലെ അധ്യാപകര് അവരുടെ കുട്ടികളെ കൂടി അവരുടെ സ്വന്തം വിദ്യാലയങ്ങളിൽ ചേർക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും സമൂഹത്തിന് കുറച്ചുകൂടി അത്തരം വിദ്യാലയങ്ങളെ കുറിച്ച് ഒരു വിശ്വാസമുണ്ടാവും, ഒരു ഉറപ്പുണ്ടാകും. അവർ കൂടുതലായിട്ട് അവിടെ കുട്ടികളെ ചേർക്കാൻ വേണ്ടി അവർ തയ്യാറാകുന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അപ്പൊ അതൊരു തീർച്ചയായിട്ടും ഒരു നല്ലൊരു നീക്കമാണ്. വിദ്യാഭ്യാസ മന്ത്രിക്ക് അത് നടത്തിയെടുക്കാൻ വേണ്ടി സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ഒരു നല്ല നീക്കമാണ്.
സ്വന്തം മക്കളെ എവിടെ പഠിപ്പിക്കണമെന്നുള്ളത് ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യമാണെങ്കിലും അധ്യാപകരുടെ ഇത്തരം പ്രവൃത്തികൾ പൊതുസമൂഹം ഗൗരവമായി തന്നെ നിരീക്ഷിക്കുന്നു എന്നതും മറക്കാതിരിക്കുക. ഇന്നത്തെ ശ്രദ്ധ ഇവിടെ സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് അനശ്വര. ആശയം നിർവഹണം സി കൃഷ്ണകുമാർ. ശ്രദ്ധ.